ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാസ് ലേണിംഗ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 9ാമത്തെ ചാപ്റ്ററാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ഒന്നാമത്തെ ചോദ്യം, അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്ന നേതാവാര്? ഗാന്ധിജി. അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്ന നേതാവാരാണ്? ഗാന്ധിജി. ഗാന്ധി ജയന്തി എന്നാണ്? ഒക്ടോബർ 2. പ്രവാസി ഭാരതീയ ദിവസം എന്നാണ്? ജനുവരി 9. ഗാന്ധി ജയന്തി ഒക്ടോബർ 2, പ്രവാസി ഭാരതീയ ദിവസം ജനുവരി 9. രക്തസാക്ഷി ദിനം എന്നാണ്? ജനുവരി 30. അപ്പോൾ ഗാന്ധി ജയന്തി ഒക്ടോബർ 2, പ്രവാസി ഭാരതീയ ദിവസം ജനുവരി 9, രക്തസാക്ഷി ദിനം ജനുവരി 30. സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? ഗാന്ധിജി. സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഗാന്ധിജി. ഇനി ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം, അതായത് ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ആരംഭിച്ച വർഷം 1917. നീലം കർഷകരെ തോട്ടമുടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം വർഷം 1917. നീലം കർഷകരെ തോട്ടമുടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഖേദ നികുതി നിഷേധ സമരത്തിന് ഗാന്ധിജി നേതൃത്വം നൽകിയ വർഷം 1918. ഖേദ നികുതി നിഷേധ സമരത്തിന് ഗാന്ധിജി നേതൃത്വം നൽകിയ വർഷം 1918. ഇനി അഹമ്മദാബാദ് തുണിമില്ല് സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. സമരം നടന്ന വർഷം 1918. അഹമ്മദാബാദ് തുണിമില്ല് സമരം നടന്ന വർഷം 1918. അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നയിച്ച സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരം. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. എന്നാൽ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരം. അപ്പോൾ ഒന്നുകൂടി പറയാം, അഹമ്മദാബാദ് തുണിമില്ല് സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. സമരം നടന്ന വർഷം 1918. അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നയിച്ച സമരമാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ്. റൗലത്ത് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ എന്തൊക്കെ? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. അപ്പോൾ റൗലത്ത് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. പിന്നെ എന്തൊക്കെയാണ് റൗലത്ത് നിയമവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ? ബ്രിട്ടീഷ് ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ നടപ്പിലാക്കിയ കരിനിയമങ്ങളിൽ പ്രധാനപ്പെട്ടൊരു നിയമമാണ് റൗലത്ത് നിയമം എന്ന് നമുക്ക് പറയാം. ബ്രിട്ടീഷ് ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ നടപ്പാക്കിയ കരിനിയമങ്ങളിൽ പ്രധാനപ്പെട്ടത്. നിലവിൽ വന്ന വർഷം 1919. റൗലത്ത് നിയമം നിലവിൽ വന്ന വർഷം 1919. ഈ നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ദിവസം എന്നാണ്? 1919 ഏപ്രിൽ 6. അപ്പോൾ റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ എന്തൊക്കെയാണ്? റൗലത്ത് നിയമം നിലവിൽ വന്ന വർഷം 1919. ബ്രിട്ടീഷ് ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ നടപ്പിലാക്കിയ കരിനിയമങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് റൗലത്ത് നിയമം. ഈ നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ദിവസം 1919 ഏപ്രിൽ 6. പിന്നെ എന്താണ്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഇനി പഞ്ചാബിൽ റൗലത്ത് നിയമത്തിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയതിനെ തുടർന്ന് അറസ്റ്റിലായ നേതാക്കൾ ആരൊക്കെ? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു.
പഞ്ചാബിൽ റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയതിനെ തുടർന്ന് അറസ്റ്റിലായ നേതാക്കളാണ് ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്നാണ്? 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13. ഇതിനെ തുടർന്ന് ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് പദവി തിരികെ നൽകി. രവീന്ദ്രനാഥ ടാഗോർ സർ പദവിയും ഉപേക്ഷിച്ചു. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ദിവസം എന്നാണ്? 1919 ഏപ്രിൽ 13. ഇതിനെ തുടർന്ന് ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് എന്ന പദവി തിരികെ നൽകി. കൂടാതെ രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു. ഇനി ഉദ്ധം സിംഗുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ വധിച്ചു. ഉദ്ധം സിംഗ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ വധിച്ചു. ഇംഗ്ലണ്ടിൽ ചെന്നാണ് മൈക്കിൾ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചത്. ഇംഗ്ലണ്ടിൽ ചെന്നാണ് മൈക്കിൾ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചത്. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1940 ജൂലൈ 31. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് 1940 ജൂലൈ 31. അപ്പോൾ ഉദ്ധം സിംഗുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ വധിച്ചു. ഇംഗ്ലണ്ടിൽ ചെന്നാണ് മൈക്കിൾ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചത്. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് എന്നാണ്? 1940 ജൂലൈ 31. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കൾ ആരൊക്കെയാണ്? മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി. ഇനി അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജി. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജി. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ച് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കൾ മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജി. ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചതെന്നാണ്? 1919 ഒക്ടോബർ 17. ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് 1919 ഒക്ടോബർ 17. 1919 ഒക്ടോബർ 17. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം? 1915 ജനുവരി 9. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം 1915 ജനുവരി 9. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ബീഹാർ. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ-ഇ-ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരിച്ചു നൽകിയത് ആരാണ്? ഗാന്ധിജി. ഇനി നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമാണ് നിസ്സഹകരണ സമരം. സമരത്തിന് അംഗീകാരം നൽകിയത് ഏത് കോൺഗ്രസ് സമ്മേളനമാണ്? 1920 കൊൽക്കത്ത പ്രത്യേക സമ്മേളനമാണ്. സമരത്തിന് അംഗീകാരം നൽകിയത് 1920 കൊൽക്കത്ത പ്രത്യേക സമ്മേളനമാണ്. സമരം 2 തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു: ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും. അപ്പോൾ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരം. സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം 1920 കൊൽക്കത്ത പ്രത്യേക സമ്മേളനം. സമരം 2 തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു: ഒന്ന് ബഹിഷ്കരണ പ്രവർത്തനങ്ങളും മറ്റൊന്ന് ക്രിയാത്മക പ്രവർത്തനങ്ങളും. നിസ്സഹകരണ സമരത്തിൻ്റെ കർമ്മ പരിപാടിയായ ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നികുതി നിഷേധം, കോടതി ബഹിഷ്കരണം, പദവികൾ, ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ. എന്തൊക്കെയാണ്? നിസ്സഹകരണ സമരത്തിൻ്റെ കർമ്മ പരിപാടിയായ ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ഏതൊക്കെയായിരുന്നു? നികുതി നിഷേധം,
കോടതി ബഹിഷ്കരണം, പദവികൾ, ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ. ഇനി നിസ്സഹകരണ സമരത്തിൻ്റെ കർമ്മപരിപാടിയായ ക്രിയാത്മക പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായിട്ട് 2 തരം കർമ്മപരിപാടി പറഞ്ഞിരുന്നു: ബഹിഷ്കരണ പ്രവർത്തനവും ക്രിയാത്മക പ്രവർത്തനവും. ബഹിഷ്കരണ പ്രവർത്തനങ്ങളാണ് നികുതി നിഷേധം, കോടതി ബഹിഷ്കരണം, പദവികൾ, ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ. ഇനി ക്രിയാത്മക പ്രവർത്തനങ്ങളാണ് ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. ഇനി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ കലാപമാണ് മലബാർ കലാപം. മലബാർ കലാപം ഉണ്ടായ വർഷം 1921. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ കലാപമാണ് മലബാർ കലാപം. മലബാർ കലാപം ഉണ്ടായ വർഷം 1921. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനവും മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും മലബാറിലെ കർഷകരിൽ പുത്തനുണർവ് സൃഷ്ടിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനവും മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും മലബാറിലെ കർഷകരിൽ പുത്തനുണർവ് സൃഷ്ടിച്ചു. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1920. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1920. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് മൗലാന ഷൗക്കത്ത് അലി. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനവും മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും മലബാറിലെ കർഷകരിൽ പുത്തനുണർവ് സൃഷ്ടിച്ചു. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1920. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മൗലാന ഷൗക്കത്ത് അലി. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഏത് സമരത്തിന് മുന്നോടിയായിട്ടാണ് ഗാന്ധിജി ഇപ്രകാരം എഴുതിയത്? നിസ്സഹകരണ സമരം. എന്താണ്? ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഇത് പറഞ്ഞത് ഏത് സമരത്തിന് മുന്നോടിയായിട്ടാണ്? നിസ്സഹകരണ സമരം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അമ്മ എന്ന അനുഭവ കഥയിൽ ഗാന്ധിജി ഏത് സത്യാഗ്രഹത്തിന് വന്നതിനെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്? വൈക്കം സത്യാഗ്രഹം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അമ്മ എന്ന അനുഭവ കഥയിൽ ഗാന്ധിജി ഏത് സത്യാഗ്രഹത്തിന് വന്നതിനെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്? വൈക്കം സത്യാഗ്രഹം. ഇനി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. മലബാർ കലാപം 1921 നടന്നു. മലബാർ കലാപം ഒരു കർഷക കലാപമായിരുന്നു. മലബാർ കലാപത്തോടനുബന്ധിച്ച് ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ വ്യക്തിയാണ് മൗലാന ഷൗക്കത്ത് അലി. ഓക്കെ, അപ്പോൾ മലബാർ കലാപം ഒരു കർഷക കലാപമായിരുന്നു. 1921 മലബാർ കലാപം നടന്നു. മലബാർ കലാപത്തോടനുബന്ധിച്ച് കേരളത്തിൽ ഗാന്ധിജിയോടൊപ്പം എത്തിയ വ്യക്തിയായിരുന്നു മൗലാന ഷൗക്കത്ത് അലി. ഇനി മലബാർ കലാപം നടന്ന പ്രധാന സ്ഥലങ്ങളാണ് ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. മലബാർ കലാപം നടന്ന പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി. സവർണജാഥ നടന്ന സ്ഥലം എവിടെയാണ്? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. സവർണജാഥ നടന്ന സ്ഥലം വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. ആരാണ് സവർണജാഥ നടത്തിയത്? മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലാണ്. സവർണജാഥ നടന്നത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. ഇനി വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവമാണ് വാഗൺ ട്രാജഡി. 1921 നവംബർ 10 വാഗൺ കൂട്ടക്കൊല നടന്നത്. 1921 നവംബർ 10 വാഗൺ കൂട്ടക്കൊല നടന്നത്. കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരെത്തി വാഗൺ തുറന്നു നോക്കിയപ്പോഴാണ് 72 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായിട്ട് അറിയുന്നത്. 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവമാണ് വാഗൺ ട്രാജഡി. 1921 നവംബർ 10 വാഗൺ കൂട്ടക്കൊല നടന്നത്. 1921 നവംബർ 10. 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരിലെത്തിയ വാഗൺ തുറന്നു നോക്കിയപ്പോഴാണ് 72 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടതായി അറിയുന്നത്. ഈ സംഭവമാണ് എന്ത്? വാഗൺ ട്രാജഡി. ഇനി ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ചൗരി ചൗര സംഭവം നടന്നത് ഉത്തർപ്രദേശിലാണ്. 1922.
ചൗരി ചൗര സംഭവം നടന്നത് 1922 ഉത്തർപ്രദേശ്. ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്ത ദാരുണ സംഭവം. ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്ത ദാരുണ സംഭവമാണെന്ത്? ചൗരി ചൗര സംഭവം. ചൗരി ചൗര അഹിംസാ സമര തത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. അപ്പോൾ ചൗരി ചൗര നടന്നത് ഉത്തർപ്രദേശിലാണ് 1922. ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കുകയും 22 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്ത ദാരുണ സംഭവമാണ്. ഇതിനെ തുടർന്ന് എന്ത് ചെയ്തു? ചൗരി ചൗര അഹിംസാ സമര തത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഇനി സവർണജാഥയുമായി ബന്ധപ്പെട്ട 1-2 പോയിന്റ്സ് കൂടിയുണ്ട്. സവർണജാഥ ആരംഭിച്ചത് 1924 നവംബർ 1-നാണ്. സവർണജാഥ ആരംഭിച്ചത് 1924 നവംബർ 1-നാണ്. എങ്ങോട്ടാണ്? വൈക്കം ക്ഷേത്രനട മുതൽ തിരുവനന്തപുരം വരെ. വൈക്കം ക്ഷേത്രനട മുതൽ തിരുവനന്തപുരം വരെ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് സവർണജാഥ നടന്നത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് സവർണജാഥ നടന്നത്. നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മി ഭായിക്കാണ്. നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മി ഭായിക്കാണ്. അപ്പോൾ സവർണജാഥ ആരംഭിച്ചത് 1924 നവംബർ 1-നാണ്. സവർണജാഥ നടത്തിയത് വൈക്കം ക്ഷേത്രനട മുതൽ തിരുവനന്തപുരം വരെയാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് സവർണജാഥ നടത്തിയത്. നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മി ഭായിക്കാണ്. നടത്തിയതാരാണ്? മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ. ഇനി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ രൂപീകരിച്ചത് ആരൊക്കെയാണ്? ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചതിൽ ആരൊക്കെയാണ്? ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. പൊതു ഇടങ്ങളിലെ അയിത്താചരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരം. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. പൊതു ഇടങ്ങളിലെ അയിത്താചരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമന ലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനമാണെന്ത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമന ലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇനി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതകൾക്ക് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു ആണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതകൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും അതിർത്തി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുകയും ചെയ്യുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. നിയമലംഘനത്തിൻ്റെ നിയമലംഘന സമരത്തിൻ്റെ പ്രതീകം ഉപ്പായിരുന്നു. നിയമലംഘനത്തിൻ്റെ പ്രതീകം എന്തായിരുന്നു? നിയമലംഘന സമരത്തിൻ്റെ പ്രതീകം ഉപ്പ്. ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1930. ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചവരുടെ എണ്ണം എത്രയാണ്? 78. ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് 1930 ഏപ്രിൽ 6. അപ്പോൾ നിയമലംഘന സമരത്തിൻ്റെ പ്രതീകം ഉപ്പ്. ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1930. ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചവരുടെ എണ്ണം 79. ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് 1930 ഏപ്രിൽ 6. ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരൊക്കെയാണ്? സി കൃഷ്ണൻ നായർ, ശങ്കരൻ എഴുത്തച്ഛൻ, ടൈറ്റസ്. സി കൃഷ്ണൻ നായർ, ശങ്കരൻ എഴുത്തച്ഛൻ, ടൈറ്റസ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പയ്യന്നൂർ, കണ്ണൂർ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളാണ് പയ്യന്നൂർ, കണ്ണൂർ. കോഴിക്കോട്. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ, പി കൃഷ്ണപിള്ള. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ, പി കൃഷ്ണപിള്ള.
ഗാന്ധിജിയോടൊപ്പം ഉപ്പു സത്യാഗ്രഹ യാത്രയിൽ പങ്കെടുത്ത അനുയായികളുടെ എണ്ണം എത്രയാണ്? 78. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരാണ് കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി, പി കൃഷ്ണപിള്ള, അബ്ദുറഹ്മാൻ സാഹിബ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരാണ് കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി, പി കൃഷ്ണപിള്ള, അബ്ദുറഹ്മാൻ സാഹിബ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പയ്യന്നൂർ, കോഴിക്കോട്. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പൻ. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ്? പി കൃഷ്ണപിള്ള, എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ്? പി കൃഷ്ണപിള്ള, എ കെ ഗോപാലൻ. ഗാന്ധിജിയുടെ അഭ്യർത്ഥന അംഗീകരിക്കാത്തതിനെതിരെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ച വ്യക്തിയാണ് കെ കേളപ്പൻ. ഗാന്ധിജിയുടെ അഭ്യർത്ഥന അംഗീകരിക്കാത്തതിനെതിരെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ച വ്യക്തിയാണ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഇപ്രകാരം പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. ദണ്ഡി യാത്രയോടനുബന്ധിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. എന്താണ്? ദണ്ഡി യാത്രയോടനുബന്ധിച്ച് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്. റാണി ഗേഡിലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള മണിപ്പൂർ, നാഗാലാൻഡ് പ്രദേശങ്ങളിൽ നിയമലംഘന സമരത്തിൽ പങ്കാളിയായി. നാഗന്മാരുടെ റാണി എന്ന് റാണി ഗേഡിലുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു ആണ്. അപ്പോൾ റാണി ഗേഡിലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള മണിപ്പൂർ, നാഗാലാൻഡ് പ്രദേശങ്ങളിൽ നിയമലംഘനത്തിന് സമരത്തിൽ പങ്കാളിയായി. നാഗന്മാരുടെ റാണി എന്ന് റാണി ഗേഡിലുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു. അടുത്ത ചോദ്യം. അധസ്ഥിത വിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് സംവരണം ചെയ്താൽ അവർ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ കാരണമാകും എന്ന് അഭിപ്രായപ്പെട്ട നേതാവ് ആരാണ്? ഗാന്ധിജിയാണ്. അധസ്ഥിത വിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് സംവരണം ചെയ്താൽ അവർ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ കാരണമാകും എന്ന് അഭിപ്രായപ്പെട്ട നേതാവാണ് ഗാന്ധിജി. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? 2ാം വട്ടമേശ സമ്മേളനം. പൂന സന്ധി നടന്ന വർഷം 1932. പൂന സന്ധി നടന്ന വർഷം 1932. ഇനി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച സമ്മേളനം 1942 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച സമ്മേളനം ഏതായിരുന്നു? 1942 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് ആവശ്യപ്പെട്ട സമ്മേളനം 1942 അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച സമ്മേളനം 1942 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് ആവശ്യപ്പെട്ട സമ്മേളനവും 1942 അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനം. ജയിൽവാസത്തിനിടയിൽ കസ്തൂർബ ഗാന്ധി മരിച്ചതെന്നാണ്? 1944 ഫെബ്രുവരി 22. ജയിൽവാസത്തിനിടയിൽ കസ്തൂർബ ഗാന്ധി മരിച്ചത് 1944 ഫെബ്രുവരി 22. ഇനി ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് അരുണ ആസിഫ് അലിയെ വിശേഷിപ്പിച്ച നേതാവ് ആരാണ്? ഗാന്ധിജിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് അരുണ ആസിഫ് അലിയെ വിശേഷിപ്പിച്ച നേതാവ് ഗാന്ധിജി.
ഒളിവിൽ പാർത്തുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവരാണ് ജയപ്രകാശ് നാരായണൻ, അരുണ ആസിഫ് അലി. ഒളിവിൽ പാർത്തുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവരാണ് ജയപ്രകാശ് നാരായണൻ, അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരനായിക ആരാണ്? അരുണ ആസിഫ് അലി. അങ്ങനെ വിശേഷിപ്പിച്ച നേതാവാണ് ഗാന്ധിജി. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചിരുന്ന ജയിലാണ് ആഗാഖാൻ കൊട്ടാരം, പൂനെ. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചിരുന്ന ജയിൽ ഏതാണ്? ആഗാഖാൻ കൊട്ടാരം, പൂനെ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കളാണ് എം പി നാരായണ മേനോൻ, കെ കേളപ്പൻ, ഇ മൊയ്തു മൗലവി, എ വി കുട്ടിമാളു അമ്മ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രധാന നേതാക്കളാണ് എം പി നാരായണ മേനോൻ, കെ കേളപ്പൻ, ഇ മൊയ്തു മൗലവി, എ വി കുട്ടിമാളു അമ്മ. ഹർത്താൽ ആരംഭിച്ചുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9. ഹർത്താൽ ആരംഭിച്ചുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത് എന്നാണ്? 1942 ഓഗസ്റ്റ് 9. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇന്ത്യയുടെ മോചനം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലക്ഷ്യം ഇന്ത്യയുടെ മോചനം. INA-യുടെ വനിതാ വിഭാഗം മേധാവി ക്യാപ്റ്റൻ ലക്ഷ്മി. INA-യുടെ വനിതാ വിഭാഗം മേധാവി ക്യാപ്റ്റൻ ലക്ഷ്മി. റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി നേതൃത്വം ഏറ്റെടുത്ത നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലക്ഷ്യം ഇന്ത്യയുടെ മോചനമാണ്. INA-യുടെ വനിതാ വിഭാഗം മേധാവി ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വൈക്കം അബ്ദുൽ ഖാദർ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വൈക്കം അബ്ദുൽ ഖാദർ. ബ്രിട്ടീഷ് ഗവൺമെൻറ് വൈക്കം അബ്ദുൽ ഖാദറെ തൂക്കിലേറ്റിയത് 26-ാം വയസ്സിലായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് വൈക്കം അബ്ദുൽ ഖാദറെ തൂക്കിലേറ്റിയത് 26-ാം വയസ്സിലായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്നും കോൺഗ്രസിന് നൽകുന്നത് പോലുള്ള പരിഗണന മുസ്ലിം ലീഗിന് നൽകണമെന്നും അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരിലുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സമ്മേളനമാണ് 1940-ലെ ലാഹോർ സമ്മേളനം. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരിലുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം 1940 ലാഹോർ സമ്മേളനം. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന പ്രഖ്യാപനം നടത്തിയ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന പ്രഖ്യാപനം നടത്തിയ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.